الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. قال الله عز وجل يا معشر الشباب من استطاع منكم الباء فليتزوج فإنه أغض للبصر وأحسن للفرج. سيدنا رسول الله صلى الإله على ابن آمنة الذي جاءت به سمح اليدين كريما لا كان جبارا ولا متكبرا بل كان برا بالعباد رحيما. صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على حبيبك سيدنا محمد وعلى آل سيدنا محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ വേദി അവൻ തൃപ്തിപ്പെടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ പാപങ്ങളും ഈ മാസത്തിന്റെയും മജ്ലിസിന്റെയും ബർക്കത്തുകൊണ്ട് അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഇസ്ലാമിക സംസ്കാരം ജീവിതത്തിലുടനീളം പാലിക്കുവാനും അവസാനം ഈമാനോടുകൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞ് കുടുംബസമേതം സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. സംസ്കരണത്തിന്റെ മാസമാണ് വിശുദ്ധ റമളാൻ. നോമ്പും അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ നമ്മളൊക്കെ റമളാനായതിനു ശേഷം നമ്മുടെ പള്ളികളിൽ വെച്ചും മറ്റും ധാരാളം കേട്ടുകഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ സംസ്കരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിതത്തിൽ നാം ഇന്ന് വളരെയധികം ദുഃഖത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന അപമാനകരമായ ഒരുപാട് ജീർണതകൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ജീർണതകളിൽ നിന്നുകൂടി സമുദായം സംസ്കരിക്കപ്പെടുമ്പോൾ മാത്രമേ വിശുദ്ധ റമളാനിന്റെ
സമ്പൂർണമായ സംസ്കരണം നമുക്ക് ലഭ്യമാവൂ എന്നതുകൊണ്ട് അപമാനകരമാകുന്ന അനാചാരങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഗുണകരമായത് പറയാനും ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യപൂർവം കാണുന്ന ഒരു വിഷയമാണ് വൈവാഹിക ജീവിതം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൂടെയാണ് ഏറ്റവുമധികം ഇസ്ലാമിക വിരുദ്ധമായ ദുരാചാരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സംസ്കാരത്തോട് പൂർണ്ണമായും കൂറുപുലർത്തിക്കൊണ്ട് നമ്മുടെ ആഘോഷങ്ങളും വിവാഹ പരിപാടികളും എങ്ങനെ സംസ്കരിച്ചെടുക്കാനാകും എന്ന വിഷയം ഏതു പ്രദേശത്തും കാലത്തും പ്രസക്തിയുള്ളതാണ് എന്നത് പറയേണ്ടതില്ല. പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യനെ നേർമാർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ് നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ വശങ്ങളും അല്ലാഹുവിന്റെ മതം പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി വൈവാഹിക ജീവിതം, കുടുംബ സംവിധാനം അല്ലാഹു മനുഷ്യർക്ക് നിർണയിച്ചു കൊടുത്തതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ മുൻനിർത്തി അത് നേടിയെടുക്കാൻ ആവശ്യമായ ക്രമത്തിലാണ് ഈ ചടങ്ങുകളുടെ നടത്തിപ്പ് ഇസ്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് ഒരു വലിയ നിയന്ത്രണമാണ്. മനുഷ്യൻ ഒരു പ്രത്യേക പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. വികാരവും വിവേകവും ഒരേ സമയത്ത് മേളിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. മലക്കുകൾ വിവേകം മാത്രമുള്ളവരാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് ഒരിക്കലും അവിവേകം പ്രകടമാകുകയില്ലെന്നു മാത്രമല്ല, ഒരു തെറ്റായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാണ് അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനെതിരായി പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ പ്രകൃതിയാണ് മലക്കുകൾക്ക് അല്ലാഹു കൊടുത്തത്. അതേസമയത്ത് വേറൊരു വിഭാഗമുണ്ട്, ശയാത്വീൻ, പിശാചുക്കൾ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ നേരെ വിരുദ്ധ സ്വഭാവം കൊടുത്തുകൊണ്ടാണ്. അത് തിന്മ മാത്രമേ അവരിൽ നിന്ന് വരികയുള്ളൂ. നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ശൈത്താന്മാർക്ക് കഴിയില്ല. അവരെ പ്രകൃതി അങ്ങനെയാണ് അല്ലാഹു സംവിധാനിച്ചത്. ഇനി വല്ലപ്പോഴും ബാഹ്യമായി വല്ല നന്മയും ശൈത്താന്മാര് കൽപ്പിച്ചാൽ പോലും അതിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ടാകും. ആ മനുഷ്യനെ വലിയൊരു തെറ്റിലേക്ക് കൊണ്ടെത്തിക്കലായിരിക്കും. റമളാനു ശരീഫിൽ ആദ്യമായി നോമ്പെടുക്കാനും ഫർള് നിസ്കരിക്കാനും തറാവി നിസ്കരിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു മനുഷ്യനോട് ചിലപ്പോൾ ശൈത്താൻ വന്ന് പറയും, കോഴിക്കോട് കടപ്പുറത്ത് നല്ല വയല് നടക്കുന്നുണ്ടൊന്ന് പോയി നോക്കിയാൽ എന്താ? ബാഹ്യമായി നല്ലൊരു ഉപദേശമാണ്.
പക്ഷേ പിശാചിന്റെ ലക്ഷ്യം എന്താണ്? ഇവനെ കോഴിക്കോട്ടേക്ക് യാത്ര അയച്ചാൽ ഇവന്റെ ഈ പുതിയ ജീവിത രീതിയൊക്കെ തകർക്കാൻ കഴിയും. അതിനുവേണ്ടി യാത്ര പോകുമ്പോൾ അവന് ക്ഷീണമായി, നല്ല രീതിയിൽ നോമ്പ് തുറക്കാൻ കഴിഞ്ഞില്ല, തറാവീഹ് നിസ്കരിക്കാൻ സാധിച്ചില്ല, ഉറക്കമൊഴിച്ച് അത്താഴം കിട്ടിയതുമില്ല, പിറ്റേന്ന് നോമ്പ് നോൽക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഇവൻ ശീലിച്ചു വരുന്ന നല്ല ശീലങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ഉപദേശിച്ചതെന്താ? വഅദ് കേൾക്കാൻ തന്നെയാണ്. അങ്ങനെയാണ് നന്മ വല്ലതും പറയുന്നുണ്ടെങ്കിൽ പിശാചിന്റെ അജണ്ട. അതുകൊണ്ടാണ് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഖാലിഫിൻ നഫ്സ വശൈത്വാന ഫഅസ്ഹിമാ വഇൻഹുമാ മഹ്ളാ കന്നുസുഹ ഫത്തഹിമീ. ദേഹിച്ചയും പിശാചും നന്മ കൊണ്ട് ഉപദേശിച്ചാൽ പോലും നീ കരുതിയിരിക്കണം, ഹിഡൻ അജണ്ടകളുണ്ടാകും. മനുഷ്യനെ പഴപ്പിക്കലാണ് അവന്റെ ലക്ഷ്യം. പിശാചിനല്ല കൊടുത്ത പ്രകൃതി നന്മ ചെയ്യാൻ സാധിക്കാത്ത തിന്മ മാത്രം വിളയുന്ന ഒരു പ്രകൃതിയാണ്. എന്നാൽ നാം മനുഷ്യരെ സംബന്ധിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇന്നലി കുല്ലി ഇൻസാനിൻ ലിമ്മത്താനി ലിമ്മത്തു മലക്കിൻ വലിമ്മത്തു ശൈത്താൻ. എല്ലാ ഓരോ മനുഷ്യർക്കും രണ്ട് സമ്മർദ്ദ ശക്തികളുണ്ട്, രണ്ട് ഉൾവിളികളുണ്ട്, രണ്ട് പ്രേരകങ്ങളുണ്ട്. ഒന്ന് ലിമ്മത്തു മലക്കിൻ, മലക്കിന്റെ നന്മ കൊണ്ട് മാത്രമുള്ള മലക്കിന്റെ സമ്മർദ്ദങ്ങളും ഉപദേശങ്ങളുമാണ്. അത് നമ്മുടെ മനോതലങ്ങളിൽ ഇങ്ങനെ തകട്ടി വന്നുകൊണ്ടിരിക്കും. അതേ സമയത്ത് തന്നെ വലിമ്മത്തു ശൈത്താൻ, ഒരു പിശാചും മനുഷ്യനിൽ തിന്മകൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നന്മയുടെയും തിന്മയുടെയും രണ്ട് സമ്മർദ്ദ ശക്തികൾ ഒന്നിച്ചു മേളിച്ചതുകൊണ്ടാണ് മനുഷ്യനിൽ വിവേകവും അവിവേകവും കുടികൊള്ളുന്നത്. പലപ്പോഴും വിവേകത്തെ തോൽപ്പിച്ച് അവിവേകം അതിജയിച്ച് മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിവേകത്തെ നിയന്ത്രിച്ചുകൊണ്ട്, വികാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് വിവേകത്തെ മനുഷ്യൻ ജീവിതമാക്കി എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു ഇസ്ലാം മതത്തിലൂടെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് വികാരജീവിയായ മനുഷ്യൻ അവന്റെ വികാരത്തിനടിമപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ടവനായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രേക്കിന്റെ ഭാഗമായാണ് വിവാഹ ജീവിതം നമുക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. മൃഗങ്ങളെപ്പോലെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വികാരപ്രകടനം മനുഷ്യനിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്നാൽ അതിനെ പൂർണ്ണമായും അമർച്ച ചെയ്തുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതിയോട് വെല്ലുവിളിക്കുന്നത്, വികാരത്തെ അത് അർഹമായ രീതിയിലൂടെ ആസ്വദിക്കാതെ പൂർണ്ണമായും അതിനെ കെട്ടിപ്പൂട്ടിയിട്ടാൽ അതൊരു വിസ്ഫോടനമായി മാറുകയും പ്രകൃതി വിരുദ്ധമായ ഒരു സമീപനമാവുകയും ചെയ്യുന്നതുകൊണ്ട് നന്മയുടെ മാർഗത്തിലൂടെ അതിനെ വിനിയോഗിക്കാനുള്ള അവസരവും തരുന്നു. ഇതാണ് വിവാഹത്തിലൂടെ അല്ലാഹു നമ്മുടെ പ്രകൃതിയോട് യോജിച്ച സമീപനം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ നാം ചിന്തിക്കുക, ഈ കുടുംബജീവിതത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ അതൊരുപാട് ദുരാചാരങ്ങൾക്ക് വേദിയായി മാറുന്നതിന് മുമ്പ് ഇതുകൊണ്ട് എന്താണ് അല്ലാഹു ലക്ഷ്യം വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആമുഖമായി ഈ വിഷയങ്ങളെക്കുറിച്ച് അറിവുണ്ടായാൽ ഒരിക്കലും അവന്റെ കല്യാണ പരിപാടികളിലേക്ക് ദുരാചാരങ്ങൾ പിന്നെ വരില്ല. ഒന്നാമതായി, എന്തിനാണ് അല്ലാഹു തആല നമ്മളെ ഈ ആണും പെണ്ണുമായി പടച്ചത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്കാവശ്യമായ ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. ലോകത്ത് ഏത് പുരുഷനും പറയാം, ഇവിടെയുള്ള സർവ്വ സ്ത്രീകളും ഞങ്ങൾ ആണുങ്ങളുടെ മക്കളാണ്. ഏത് പെണ്ണിനും അവകാശപ്പെടാം, ലോകത്തുള്ള സർവ്വ പുരുഷന്മാരെയും പ്രസവിച്ചത് ഞങ്ങൾ സ്ത്രീകളാണ്. അപ്പോൾ രണ്ട് വിഭാഗത്തിനും അവരുടെ ഇണകൾ വരുന്നത് അവരെ ശരീരത്തിൽ നിന്നു തന്നെയാണ്. എന്തിനാണ് ആണിന് പെണ്ണിനെയും
പെണ്ണിനു വേണ്ടി ആണിനെയും അല്ലാഹു സൃഷ്ടിച്ചത് ലിതസ്കുനൂ ഇലൈഹാ, ആ ഇണയിലേക്ക് സാന്ത്വനം തേടി സമാധാനം തേടി കയറി ചെല്ലാൻ വേണ്ടിയാകുന്നു. അപ്പം നമ്മുടെ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു നമ്മൾ മനുഷ്യർക്ക്, നമ്മളെ ആണും പെണ്ണുമായി പടച്ചതിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചു തരുന്നത് സമാധാനത്തിനു വേണ്ടി അവരെ സമീപിക്കാനാണ്. ഇതര ജീവികളെ എന്തിന് അല്ലാഹു തആല ആണും പെണ്ണുമായി പടച്ചു? എല്ലാ ജീവജാലങ്ങളിലും അചേതന വസ്തുക്കളിലും ഈ സംവിധാനം അല്ലാഹു ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. സൂറത്ത് യാസീനിൽ അത് അല്ലാഹു നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലാ ഇണകളെയും സംവിധാനിച്ച അല്ലാഹു എത്ര സ്തുതിച്ചാലും മതിവരാത്തവനാണ്. മിമ്മാ തുംബിത്തുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികളിലും, വമിൻ അൻഫുസിഹിം, മനുഷ്യരിലും, വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അപരിചിതമായ സർവ വസ്തുക്കളിലും ഇണയെയും തുണയെയും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. നമ്മളവിടൊക്കെ കാണുന്ന തെങ്ങ്, അതിലുണ്ട് ആണും പെണ്ണും. അതൊരു തെങ്ങ് ആണും വേറൊരു തെങ്ങ് പെണ്ണും എന്ന രീതിയിലല്ല. ഒരു തെങ്ങിൽ നിന്ന് തന്നെ പുറത്തേക്ക് ചാടുന്ന പൂക്കുലയിലാണ് ആൺപുഷ്പങ്ങളും പെൺപുഷ്പങ്ങളും ഉള്ളത്. ആൺപൂവിന്റെ പൊടി തേനീച്ച പോലുള്ള പ്രാണികൾ മധ്യവർത്തികളായി പ്രവർത്തിക്കുമ്പോൾ പെൺപൂവിലെത്തുകയും അത് തേങ്ങയായി മാറുകയും ചെയ്യും. വെണ്ടയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇണയും തുണയുമില്ലാത്തൊരു സൃഷ്ടി ഭൂമിയിലില്ല. എന്നാൽ മനുഷ്യരൊഴികെയുള്ള ജീവികളെയൊക്കെ അല്ലാഹു തആല ഇണയും തുണയുമായി പടച്ചതിന്റെ ലക്ഷ്യമെന്താണ്? അല്ലാഹു ഉദ്ദേശിച്ച കാലം വരെ അവയുടെ പരമ്പര ഈ ലോകത്ത് നിലനിൽക്കുക, അതിന് പ്രജനനം നടക്കണം, പ്രത്യുൽപാദനം നടക്കണം. അതിന് അല്ലാഹു ഒരുക്കിയൊരു വ്യവസ്ഥാപിത മാർഗം എന്ന രീതിയിലാണ് ഇണയെയും തുണയെയും സംവിധാനിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറം വേറെ ലക്ഷ്യമില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥാപിതമായ ഒരു കുടുംബജീവിതത്തിന്റെ ആവശ്യമില്ല. പ്രത്യുൽപാദനമാണ്. നാം വീട്ടിൽ വളർത്തുന്ന കോഴി മുട്ടയിട്ട് 3 ആഴ്ചക്കാലം അടയിരുന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക. വളർന്നു വലുതാകുമ്പം അതിൽ പിടക്കോഴിയുണ്ട്, പൂവൻ കോഴിയുണ്ട്. ഇനി പലപ്പോഴും നമ്മൾ കാണുന്നത് താൻ ജന്മം നൽകിയ തന്റെ കുട്ടിയിലൂടെയാണ് പിന്നെ ഈ കോഴി പ്രത്യുൽപാദനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ തന്റെ കൂടെ പിറന്ന പിടയോടുകൂടെ ഇണചേർന്ന് പ്രത്യുൽപാദനം തുടരുന്നു. ഇതിനെ ആരും ബലാത്സംഗമായോ വ്യഭിചാരമായോ കണക്കാക്കാറില്ല. എന്തുകൊണ്ട്? അല്ലാഹു അവരെ ആണും പെണ്ണുമായി പടച്ചത് പ്രത്യുൽപാദനത്തിനു വേണ്ടിയാണ്. അത് ആരിലൂടെയും എങ്ങനെയുമാവാം, ഒരു വ്യവസ്ഥയും അതിനില്ല. എന്നാൽ കുടുംബജീവിതത്തിലൂടെ ഒരു സമാധാനം നേടിയെടുക്കുക എന്നത് മനുഷ്യരല്ലാത്ത ജീവികൾക്ക് ലക്ഷ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവരാരും അസ്വസ്ഥരല്ല. ജീവിതത്തിൽ സ്വാസ്ഥ്യം നഷ്ടപ്പെടുമ്പോഴാണ് സമാധാനത്തിന്റെ തുരുത്തു തേടേണ്ടി വരുന്നത്. മനുഷ്യേതര ജീവജാലങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. അവരെ ജീവിതത്തിൽ എവിടെയും നിയമക്കുരുക്കുകളില്ല. നാം വില കൊടുത്തു വാങ്ങിയ നമ്മുടെ പറമ്പിൽ, നമ്മുടെ വീടിന്റെ തൊട്ടുമുന്നിൽ ഒരു തെങ്ങ് വളർന്നാൽ ആ തെങ്ങിന്റെ മുകളിൽ ഒരു കാക്കക്ക് വന്ന് കൂടുകെട്ടണമെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ടതില്ല സമ്മതം. പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതില്ല. ആരും അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് പറഞ്ഞ് ഈ കാക്കക്കെതിരെ നടപടിയുമായും വരാറില്ല. അവർ സ്വതന്ത്രരാണ്. ക്ഷണിക്കപ്പെടാത്ത കല്യാണത്തിന് നമ്മളാരും പോവില്ല. കാക്കകളെ വിളിക്കാതെ തന്നെ അവർ വരും. ആരും എന്തേ വന്നു എന്ന് ചോദിക്കാറില്ല. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിര് വിട്ട് കടന്നു പോകണമെങ്കിൽ എന്തെല്ലാം രേഖകൾ കാണിക്കണം. പക്ഷികളെ കണ്ടിട്ടില്ലേ? അവർക്ക് യാതൊരു അതിർവരമ്പുകളും ബാധകമല്ല. അവരെ സ്വാഗതം ചെയ്യുകയാണ്. ദേശാടന പക്ഷികളെ ആക്രമിച്ചാൽ മനുഷ്യൻ ജയിലിലാണ്. പക്ഷികൾ സ്വതന്ത്രരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അലട്ടലില്ലാത്ത, അല്ലലില്ലാത്ത അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രത്യേക കുടുംബ സംവിധാനം അവർക്ക് ആവശ്യമില്ല. മനുഷ്യൻ അങ്ങനെയല്ല. അവന്റെ ജീവിതമെല്ലാം നിയമക്കുരുക്കിലാണ്. എവിടെയെങ്കിലും അവന് ചെന്ന് കടന്നുറങ്ങാൻ പാടില്ല. ജയിലിലായിരിക്കും ഉണ്ടാകുക.
ഏതെങ്കിലും സ്ഥലത്ത് പോയി വീടുണ്ടാക്കിക്കൂടാ? ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാ? ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റേ രാഷ്ട്രത്തിലേക്ക് കടക്കാൻ ഒരുപാട് കടമ്പകളുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പെടാപാടുപെടുന്ന മനുഷ്യൻ പലപ്പോഴും ചിന്തിച്ചു പോകും, ആകില്ല, ഈ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാലോ? ആ മനുഷ്യന് സാന്ത്വനം നൽകാൻ, സമാധാനം നൽകാൻ സംവിധാനം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഇതാണ്. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ ഇണകളെ സമീപിച്ച് സാന്ത്വനം നേടാൻ, സമാധാനം നേടിയെടുക്കാൻ. സമാധാനമുള്ള കുടുംബജീവിതം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് നമ്മൾ ആദ്യമായി അടിവരയിട്ട് ലക്ഷ്യമായി കാണും. സമാധാനപൂർണമായൊരു കുടുംബജീവിതമാണ് ഈ വിവാഹ ജീവിതത്തിലൂടെ നമ്മൾ ഒന്നാമത് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരാളെ മനസ്സിലുണ്ടാകേണ്ട രണ്ടാമത്തെ ചിന്ത, ഇത് മുത്തുനബിയുടെ സുന്നത്തായ ഒരു കർമ്മമാണ്, അതാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്ന നിയ്യത്ത് നമ്മളെ കൽബിലുണ്ടാവണം. എന്നാൽ ഇത് വമ്പിച്ച പ്രതിഫലമുള്ള ഒരു ഇബാദത്തായി മാറുകയാണ്. നിക്കാഹിന്റെ സമയത്ത് ഓരോ മനുഷ്യന്റെയും, ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിലുണ്ടാകേണ്ട നിയ്യത്താണ്, ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. ആ സുന്നത്ത് പാലിക്കുക എന്ന നിലക്ക് നമ്മൾ അതിൽ ഏർപ്പെട്ടാൽ അതിന് മുഴുവൻ നമുക്ക് പ്രതിഫലം കിട്ടുന്നു. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രകൃതിയിൽ ഒരുക്കിയ ഈ വൈകാരിക ചിന്ത, ഇത് അല്ലാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലേക്ക് കടന്നുപോകാതെ അല്ലാഹു അനുവദിച്ച വഴിയിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അനുവദിച്ച മാർഗത്തിലൂടെ വൈകാരിക ക്ഷമനം വരുത്തുക എന്ന നിയ്യത്തുകൂടി നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണം. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്, നമ്മൾ വെറുതെ പറയുന്നതല്ല. അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്, കടന്നുവരൂ, നിങ്ങൾ വിവാഹം ചെയ്യൂ, സ്വർഗം നേടൂ, വിവാഹ ജീവിതത്തിലൂടെ സ്വർഗം തരാമെന്ന് പറയുന്ന മതം അത് പ്രകൃതിയോട് യോജിച്ച മതമല്ലേ? വേറെ പലരും അവർക്ക് ദൈവത്തിന്റെ അടുത്ത സാമീപ്യം കിട്ടണമെങ്കിൽ ഈ പ്രകൃതിപരമായ താൽപര്യത്തെ പൂർണ്ണമായും തടയിടണം. അവർ തീരെ കുടുംബജീവിതം നയിക്കാൻ പാടില്ല. ആണും പെണ്ണും പടച്ചോന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ് അവര് മുന്നോട്ട് വെച്ച നിയമം. അതുകൊണ്ട് തന്നെ ലോകതലത്തിൽ നിങ്ങൾ നോക്കൂ, ഇന്ന് നാറുന്ന ഒരുപാട് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല പല കേന്ദ്രങ്ങളിൽ നിന്ന് അതിന് മാപ്പ് പറയലും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? പ്രകൃതിപരമായ ഈ താൽപര്യത്തെ പൂർണ്ണമായും തടയിടുക എന്നത് ഒരു മതത്തിനും യോജിച്ചതല്ല. അത് വ്യവസ്ഥാപിതമായ രീതിയിലൂടെ ആസ്വദിക്കാൻ അനുമതി കൊടുക്കുമ്പോഴേ അത് ജനകീയ മതമായി മാറുകയുള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സുന്നത്തിനെ വിട്ട് ആരും പുറത്തു പോകരുത്. എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് നിക്കാഹ് ചെയ്യുക എന്നത്. അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകണം, കഴിവും ശേഷിയുമുള്ളവർ. അതിലൂടെ സ്വർഗം വാങ്ങാനുള്ള അവസരം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അപ്പോൾ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ തന്റെ ഈ സുഖാസ്വാദനവും കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ രണ്ടാമതായി ലക്ഷ്യം വെക്കണം. മൂന്നാമതായി തന്റെ ദീൻ അത് കാത്തു സൂക്ഷിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നമ്മുടെ ജീവിതം അള്ളാഹു നിയന്ത്രിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അതിനല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ച പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ കേൾവിയും കാഴ്ചയും ചിന്തയുമെല്ലാം നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. അള്ളാഹു നോക്കരുത് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാൻ പാടില്ല, കേൾക്കരുതെന്ന് പറഞ്ഞത് കേൾക്കാൻ പാടില്ല, ചിന്തിക്കരുത് എന്ന് പറഞ്ഞത് ചിന്തിക്കാൻ പാടില്ല. ഈ രീതിയിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഈ വികാരങ്ങളെ നമുക്ക് അല്ലാഹു പറഞ്ഞ രീതിയിൽ അടക്കി വെക്കാൻ സാധിക്കണം. അതിനുള്ള വ്യവസ്ഥാപിതമായ മാർഗമാണ് വിവാഹം. വിവാഹത്തിലേക്ക് കടക്കുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി. ആരെങ്കിലും വിവാഹിതനായാൽ അതോടെ തന്റെ മതത്തിന്റെ 2/3 സുരക്ഷിതമായി.
എങ്ങനെ സുരക്ഷിതമാവുക? പിന്നെ ഇവൻ വേണ്ടാത്തടത്തേക്ക് നോക്കേണ്ടി വരില്ല. വേറെ ആരുടെങ്കിലും മക്കളോ ഭാര്യമാരോ നടന്നു പോകുമ്പോൾ അങ്ങോട്ട് കണ്ണുപായിക്കേണ്ട ആവശ്യമല്ല. അതിനെന്തു വേണം? പലപ്പോഴും ഇണകൾ ഉള്ളവർ പോലും ഇത് നിയന്ത്രിക്കാനാകാതെ വരാറുണ്ട്. അതിനൊക്കെ പല കാരണങ്ങളും പണ്ഡിതന്മാര് പറയലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഓരോ ഇണ ചേരുന്ന ഘട്ടത്തിലും അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച ഒരു ദിക്റുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തനാ. ഈ ദിക്ർ ചൊല്ലുന്നത് സന്താനമുണ്ടാകാൻ സാധ്യതയുള്ള ബന്ധങ്ങളിൽ മാത്രമല്ല, ഓരോ ബന്ധങ്ങളിലും ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നതിലൂടെ ഇവിടെ നമ്മുടെ എല്ലാ ചിന്തയും നിയന്ത്രിക്കപ്പെടുകയാണ്. നമ്മുടെ വികാര ശമനത്തിന് വേറെ ഒരാളിലേക്ക് നോക്കേണ്ട ആവശ്യം വരാത്ത വിധം എല്ലാം നമ്മുടെ ഇണയിൽ തന്നെ ഒതുങ്ങണമെങ്കിൽ ഏത് ബന്ധങ്ങളിലും ഈ ദിക്ർ അനിവാര്യമാണ്. ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നതാണ്. സ്വന്തം ഭർത്താവിന്റെ അപ്പുറത്തേക്ക്, സ്വന്തം ഭാര്യയുടെ അപ്പുറത്തേക്ക് നമ്മുടെ കണ്ണും ചിന്തയും പായുന്നത്. അതില്ലാത്ത രീതിയിലാണോ നമ്മുടെ ബന്ധം നീങ്ങുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി, മതത്തിന്റെ 2 ഭാഗവും അവിടെ കാത്തുസൂക്ഷിക്കപ്പെടുകയാണ്. അതോടൊപ്പം നബിതങ്ങൾ പറഞ്ഞു, യാ മഅ്ശറശ് ശബാബ്, ഓ യുവ സമൂഹമേ, മനിസ്തത്വഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹത്തിന് ആവശ്യമായ ചെലവുകൾ കിട്ടിയാൽ, അതിനുള്ള സാമ്പത്തിക ശേഷി കൈവരിച്ചാൽ, ഫല്യതസവ്വജ്, അവൻ വിവാഹിതനായി കൊള്ളട്ടെ. കാരണം ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, അതിന്റെ ഒന്നാമത്തെ നേട്ടം അത് നിങ്ങളെ കണ്ണുകളെ ഹറാമിൽ നിന്ന് അടച്ചു പിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഗതിയാണ്. വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളെ ലൈംഗിക അവയവങ്ങൾക്ക് അത് വലിയ സുരക്ഷയാണ്. ഈ രീതിയിൽ ദീന് കാത്തു സൂക്ഷിക്കുക എന്നത് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നിയ്യത്തായി മാറണം. 4ാമതായി, നാം ഇവിടെ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു രേഖ വേണം. അത് ഒന്ന് ദീനിയായ പ്രവർത്തനം, അത് വലിയ തെളിവാണ്. അതിലൂടെ നമുക്ക് കിട്ടുന്ന അനുയായികളും നമ്മുടെ സ്നേഹജനങ്ങളും അത് വലിയൊരു സമ്പാദ്യമാണ്. മതരംഗത്ത് അതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അവര് ജീവിച്ചു എന്നതിന്റെ തെളിവുകൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ചിലര് പള്ളിയായും സ്ഥാപനങ്ങളായും അതുപോലെ തന്നെ പല വിധത്തിലുള്ള സംരംഭങ്ങളായും അനുയായികളെയുമായി അവര് ജീവിച്ചതിന് തെളിവുമായവർ കടന്നുപോകാറ്. അതുപോലെ ഉള്ള ഒരു തെളിവാണ് നാം ജീവിച്ചത് എന്നതിന് നമ്മുടെ സന്താനങ്ങൾ. മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി തന്റേതായ സംഭാവന അത് ചെയ്യുക, അതാണ് മക്കൾ. അത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമായി കാണണം. അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ. ഈ 4ഓളം വരുന്ന ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പവിത്രമായ ഇടപാടിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത്. അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കുക. നേരത്തെ പറഞ്ഞ നമ്മുടെ ദീനിന്റെ കാവൽ, വല്ലാത്തൊരു മാറ്റം വിവാഹ ജീവിതത്തോടുകൂടി ഒരു മനുഷ്യനിൽ വരിക, വലിയ മാറ്റം വരിക. ഒന്ന്, ഉത്തരവാദിത്വ ബോധമുണ്ടായി. അവിവാഹിതനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വൈകുന്നേരം അങ്ങോട്ട് അങ്ങാടിയിൽ പോയാൽ പിന്നെ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, എപ്പം വരൽക്ക് വന്നാലും ഒന്നും പ്രശ്നമൊന്നുമില്ല, വാതിലുമ്മ തുറന്നു തരും. കുടുംബജീവിതം ആരംഭിക്കുന്നതോടെ അങ്ങനെയല്ല. എന്നെ കാത്തു നിൽക്കുന്ന, ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളവിടെയുണ്ട്. ഇതുപോലെ ഞാൻ നാളത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും മറ്റുമൊക്കെ കൊണ്ടുചെല്ലുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരവിടെയുണ്ട്. ഇങ്ങനെയുള്ള ചിന്ത ഇവനെ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കുന്നു. ജീവിതത്തിൽ അടിമുടിയൊരു മാറ്റം വരുന്നു. അതേ സമയത്ത് ഈ രീതിയിലുള്ള മാറ്റത്തോടൊപ്പം തന്നെ തന്റെ ദീനിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ നല്ല ജീവിതം നയിക്കാൻ കഴിയുന്നു. അള്ളാഹു നിരോധിച്ച വ്യഭിചാരത്തിന്റെ എല്ലാ മാർഗങ്ങളിൽ നിന്നും അവന് മാറി നിൽക്കാൻ സാധിക്കുന്നു. അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയത് വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ.
നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. വ്യഭിചരിക്കരുത് എന്ന് പറയാതെ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്തിനാണ്? വ്യഭിചാരത്തിലേക്ക് കൂട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തേതാണ് അന്യ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര ആഗ്രഹത്തോടെയുള്ള ദർശനം. ആ നോട്ടം അത് പിശാചിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നോട്ടം, അതിലൂടെ പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബാക്കി വിഷയങ്ങളൊക്കെ അതൊക്കെ വ്യഭിചാരത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. സുല്ലാസങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കണ്ണുകൊണ്ട് നോക്കുന്നത് അത് കണ്ണിന്റെ വ്യഭിചാരമാണ്, കൈകൊണ്ട് സ്പർശിക്കുന്നത് അത് കൈയിന്റെ വ്യഭിചാരമാണ്, പിന്നീട് അവന്റെ ശരീരം അത് സാധിപ്പിക്കുന്നത് വ്യഭിചാരത്തിന്റെ പൂർത്തീകരണം മാത്രമാണ്. ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. അത് നീചമായ ഒരു നികൃഷ്ടമായ പ്രവൃത്തിയായി അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ദുന്യാവിൽ തന്നെ നിങ്ങൾ നോക്കൂ, ചിലപ്പോൾ സ്വകാര്യമായിട്ടായിരിക്കും നടക്കുക. എത്ര സ്വകാര്യമായാലും പിന്നീട് പരസ്യമാകുന്ന ഒരു സംഗതിയാണ്. മനുഷ്യൻ വഷളാവാതിരിക്കുകയില്ല. ചിലപ്പോൾ അതിൻ്റെതായ ആസാറുകൾ പുറത്തു കാണുമ്പോഴാണ് പിന്നെ ഓൾക്ക് നിർബന്ധമായി പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ആളെ പിടിക്കും. ഇന്നത്തെ കാലത്തോ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയിലൂടെ എത്ര വിദഗ്ധമായി ചെയ്തവനെയും പിടികൂടാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഫാഹിഷ വളരെ കഷ്ടതരമായ വഷളത്തരമായ ഒരു പ്രവൃത്തിയാണ്. ഈ ലോകത്തും പരലോകത്തും നമ്മൾ വഷളാകുന്ന പ്രവൃത്തിയാണ്. മാത്രമല്ല, ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദുന്യാവിൽ തന്നെ ഈ നീചകൃത്യത്തിൽ ഏർപ്പെടുന്നതിലൂടെ അള്ളാഹു അമ്പിച്ച പരീക്ഷണങ്ങൾ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കണ്ടെത്തിയ എയ്ഡ്സ്. 1981 അമേരിക്കയിലാണ് ആദ്യമായി എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം മാത്രം 2.5 കോടി ജനങ്ങൾ ഈ 3 പതിറ്റാണ്ടിന്റെ ഉള്ളിൽ എയ്ഡ്സ് എന്ന മഹാമാരി പിടിപെട്ട് വളരെ നികൃഷ്ടരായി മരണപ്പെട്ടു പോയിട്ടുണ്ട്. എയ്ഡ്സ് രോഗം പിടിച്ചവനോട് സമൂഹത്തിന്റെ സമീപനം നിങ്ങൾക്കറിയാലോ. കേരളത്തിലുള്ള 2 പെൺകുട്ടികളെ വാർത്തകളൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ട്. അവരെ സ്കൂളിലേക്ക് അയക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല. അവര് സ്കൂളിൽ വരികയാണെങ്കിൽ ഞങ്ങളെ കുട്ടികളെ പറഞ്ഞേക്കൂല. ആ കുരുന്നുകൾ എന്ത് തെറ്റാ ചെയ്തത് നോക്കൂ നിങ്ങൾ. വ്യഭിചാരമെന്ന ദുഷ്കൃത്യത്തിലൂടെ അള്ളാഹു നൽകിയ എയ്ഡ്സ് എന്ന മഹാമാരിയുടെ സാമൂഹിക ദുരന്തം എത്രയാണ്. ആ രോഗമുള്ളവനെ സമൂഹം അകറ്റി നിർത്തുകയാണ്. അവസാനം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് വളരെ നിന്ദ്യനായി മരിച്ചു പോകേണ്ട ഗതികേട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര അർത്ഥവത്താണ്. ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീലാ. എത്ര നീചമായ പ്രവൃത്തിയാണത്. മാത്രമല്ല, ഇന്ന് ലോകത്ത് 3,22,00,000 ആളുകൾ ഈ രോഗത്തിന് പൂർണ്ണമായും അടിമകളായി കിടപ്പിലായി കിടക്കുന്നു. HIV പരിശോധനയിൽ രോഗമുണ്ട് എന്ന് തെളിഞ്ഞ 1000-ലൊരംശം പോലും പുറത്തു വന്നിട്ടുണ്ടാവില്ല. ഇത് പരസ്യമായി ആളുകൾക്കൊക്കെ കാണാവുന്ന വിധത്തിൽ അടിമകളായി മാറിയ 3,22,00,000 ആളുകൾ ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽ നിരപരാധികളായ 5,70,000 കുരുന്നുകളുണ്ട്. അവര് വ്യഭിചാരത്തിന് പോയതല്ല, അവരെ മാതാപിതാക്കളിലൂടെ പകർന്നതാണ്. നിങ്ങൾ നോക്കൂ, ഒരു തലമുറയെ മുഴുവനും നശിപ്പിക്കുന്ന ഭീകരമായ രോഗമാണ് ഈ വ്യഭിചാരമെന്ന നീചമായ കൃത്യത്തിലൂടെ വ്യഭിചാരികൾ ലോകത്തിന് സമ്മാനിക്കുന്നത്. എത്ര മോശമാണിത്. നമ്മളെ നാട്ടിൽ തന്നെ നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ 57 ലക്ഷം രോഗാടിമകളുണ്ട് എന്നാ ഈ എയ്ഡ്സിന്റെ. പരസ്യമായി ഈ രോഗം പ്രകടമായി പുറത്തു കാണുന്നവർ. ഈ രോഗം പിടിപെട്ട് 1 പതിറ്റാണ്ട് കഴിയുമ്പോഴാണത്ര അതിന്റെ ബാഹ്യ ലക്ഷണങ്ങളൊക്കെ പുറത്തേക്ക് വരിക. അതുവരെ ഉള്ളിൽ കിടന്നിട്ട് അവനെങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പ്രതിരോധശേഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പുറത്തു കാണുമ്പോഴേക്ക് വർഷങ്ങളോളം എടുക്കും. അങ്ങനത്തെ 57 ലക്ഷം ഇന്ത്യയിലുണ്ട്. നമ്മളെ കേരളവും ഒട്ടും പിന്നിലല്ല. ആകെ 3.5 കോടിയോളം ജനങ്ങളുള്ള കേരളത്തിലും 2.5 ലക്ഷത്തോളം ഈ എയ്ഡ്സിന്റെ അടിമകളുണ്ട്.
അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഈ മാരകമായ രോഗം തന്ന് ദുന്യാവിൽ അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നതിന്റെ പുറമെ നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട പല കാഴ്ചകളിൽ ഒന്നവിടുന്ന് പറഞ്ഞു, ഞാനതാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നടന്നു പോകുമ്പോൾ വലിയ ഒരു പാത്രം, വല്ലാതെ വലിപ്പമുണ്ടതിന്. അതിന്റെ നടുവശം വളരെ വിശാലമാണ്, മേൽഭാഗം ഇടുങ്ങിയതാണ്. അതിന്റെ താഴെ ശക്തമായി തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പാത്രത്തിലേക്ക് ഞാൻ അങ്ങ് നോക്കുമ്പോഴെന്താണ്, കുറെ നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും എന്തോ പുഴുങ്ങുന്നത് പോലെ അവരെ ഇട്ട് തിളപ്പിക്കുകയാണ്. ഇതിങ്ങനെ തിളച്ചു പൊങ്ങുമ്പോൾ വളരെ അട്ടഹാസത്തോടെ ആർത്തനാദത്തോടെ അവരതാ ഇതിൽ നിന്ന് പൊങ്ങി മേലോട്ട് വരും. പിന്നെ അതങ്ങ് താണുപോകും. വീണ്ടും അവര് തിളച്ചു പൊങ്ങുന്നു, വീണ്ടും താണുപോകുന്നു. ഇങ്ങനെയുള്ള ചില ആളുകളെ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു, ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, നബിയേ, അതാണ് അവിടുത്തെ സമുദായത്തിലെ വ്യഭിചാരികൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രീതിയിൽ പരലോകത്ത് വമ്പിച്ച ശിക്ഷ കൊടുക്കുന്ന, അല്ലാഹു കടുത്ത വെറുപ്പ് പ്രകടിപ്പിച്ച ഒരു വിഷയമായ വ്യഭിചാരത്തിലേക്ക് പോകാതെ നമ്മുടെ ജീവിതവും ദീനും സുരക്ഷിതമായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ എനിക്ക് തൗഫീഖ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്ന ചിന്തയോടുകൂടിയാവണം നമ്മൾ നിക്കാഹിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. രണ്ടാമതായി അതിനുവേണ്ടി നമ്മൾ ഒരുക്കങ്ങൾ നടത്തണം. പെട്ടെന്ന് ഞാൻ കല്യാണം കഴിക്കുക അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ദീർഘദൃഷ്ടിയോടെ ഒരുങ്ങി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മളെ ജീവിതത്തിന്റെ അവസാനം വരേക്കുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് ആസൂത്രിതമായി പോകണം. അതിനാദ്യം വേണ്ടതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആരോടാ നബി കല്യാണം കഴിക്കാൻ പറഞ്ഞത്? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തത്വാഅ മിൻകുമുൽ ബാഅ, യുവാക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹത്തിന്റെ ചെലവ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നവൻ ആദ്യം എന്ത് വേണം? അതിനാവശ്യമായ അത്യാവശ്യ സമ്പത്ത് ഉണ്ടാക്കണം. ഭാര്യയ്ക്ക് മഹർ കൊടുക്കാനുള്ള തുക അവന്റെ അടുത്ത് വേണം. വസ്ത്രം വാങ്ങിക്കൊടുക്കാനുള്ളത് വേണം. അന്ന് താമസിപ്പിക്കാൻ വാടകക്കാണെങ്കിലെങ്കിലും സൗകര്യം അവന്റെ അടുത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള അത്യാവശ്യ ചെലവിനുള്ളത് ഉള്ളവനാണ് വിവാഹത്തിലേക്ക് കടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് വാപ്പ കൊടുത്തിട്ടാണെങ്കിലും മതിയെങ്കിലും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ സ്വന്തം വകയിലാക്കണം. ഏറ്റവും ചുരുങ്ങിയത് മഹർ കൊടുക്കുന്നതെങ്കിലും സ്വന്തം കാശ് കൊണ്ടാവണം. അത് ഭാര്യ വീട്ടുകാരോട് വാങ്ങി അത് തന്നെ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും മാന്യതയുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അതെന്ത് ചെയ്യണം? സ്വന്തമായിട്ട് അതിന് കാശുണ്ടാക്കണം. അതിനെന്താ വേണ്ടത്? വിവാഹപ്രായത്തുമ്പോഴേക്ക് എല്ലാ മുഅ്മിനീങ്ങളും തൊഴിലാളിയായി മാറണം, പണിയെടുക്കണം. ജോലിക്ക് പോകാതെ മടിയന്മാരായി ഒരിക്കലും നമ്മൾ കഴിയാൻ പാടില്ല. വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവൻ അതിനാവശ്യമായ സമ്പത്ത് കണ്ടെത്തേണ്ടത് അതിന്റെ മുമ്പ് തന്നെ കൃത്യമായി പണിക്ക് പോകലാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫാ, തൊഴിലെടുക്കുന്ന സത്യവിശ്വാസിയെ അള്ളാഹു സ്നേഹിക്കുന്നു. പണിക്ക് പോകണം, ജോലിക്ക് പോകാതെ വെറുതെ നടക്കരുത് ചെറുപ്പക്കാരെ. ഒരു പണിയുമില്ലാത്തവനാണ് മനുഷ്യ സമൂഹത്തിന് ഭാരമായി മാറുന്നത്. അവരാണ് അങ്ങാടിയിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അവരാണ് രാഷ്ട്രീയ സംഘടനകൾ അവരെ പണിയായി സ്വീകരിക്കുന്നത്. വർഗീയ കലാപങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പണിയില്ലാത്തവനാണ്. കൃത്യമായി ജോലിക്ക് പോകുന്ന മനുഷ്യന് അക്രമം കളിക്കാൻ സമയം കിട്ടൂല, ഫസാദുണ്ടാക്കാൻ സമയം കിട്ടൂല. അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് ജോലിക്ക് പോകുന്ന മുഅ്മിനെയാണ്. നോക്കൂ, നിങ്ങൾ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മാ അക്കല അഹദുൻ തുആമൻ ഖത്തു, ഒരാളും തന്നെ ഉത്തമമായ ഒരാഹാരവും കഴിച്ചിട്ടില്ല സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉന്നതമായ ഒരാഹാരവും ഒരാളും കഴിച്ചിട്ടില്ല. കൂലിത്തല്ലിന് പോയിട്ടല്ല നമ്മളെ ജീവിതം നയിക്കേണ്ടത്. സിന്ദാബാദ് വിളിച്ചിട്ട് പാർട്ടിക്കാരോട് പണം വാങ്ങിയിട്ടല്ല ജീവിതം നയിക്കേണ്ടത്.
ഭീഷണിപ്പെടുത്തിയും കട്ടും കവർന്നുമല്ല ജീവിതം നയിക്കേണ്ടത്. നമുക്കല്ലാഹു ജീവിതോപാധിയായി പല കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് അർഹിക്കുന്ന വിധത്തിലുള്ള ജോലി ചെയ്തുകൊണ്ട് സമ്പാദിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാന യഅകുലു മിൻ അമലി യദൈഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന മഹാനായിരുന്നു. എന്താ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ആരാണ്? ലോക ചക്രവർത്തിയും പ്രവാചകനുമായ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. മകൻ ലോകം മുഴുവനും അടക്കി ഭരിക്കുമ്പം വാപ്പ രാവിലെ പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയും നമുക്ക്? നമ്മളേതെങ്കിലും ഒരു മക്കൾ ഒരു പഞ്ചായത്തിന്റെ മെമ്പറായാൽ പോരെ, ഞാനോ എന്റെ മോനാവിടുത്തെ മെമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാൽമേൽ കാലും കയറ്റിച്ചിരിക്കൂലേ, പിന്നെ പണിക്ക് പോകും. ഇത് ലോകത്തിന്റെ ചക്രവർത്തിയായി മകൻ രാജ്യം ഭരിക്കുമ്പം വാപ്പ ജോലിക്ക് പോകുന്നു. അതും വാപ്പ എടുക്കുന്ന ജോലി എന്താ നിങ്ങൾക്കറിയോ? മഹാനവറുകൾ കൊല്ലപ്പണിക്കാരനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് പടയങ്കി നിർമ്മിക്കുന്നു, മറ്റു ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ജോലികളൊന്നും നമ്മൾ തിരസ്കരിക്കേണ്ടതില്ല. ആകെ ഒരു പെയിന്റ് അടിക്കലും ഒരു വണ്ടി ഓട്ടലും മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് പറ്റിയ തൊഴില്. ഗൾഫിലൊക്കെ ചെന്നാൽ കാണേണ്ട നമ്മളെ കഷ്ടപ്പാട്. വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് നല്ല നല്ല ഒരുപാട് ജോലി അവിടെ ഉണ്ട്. ഇവിടെ എന്താ ഒരു പണിയും പഠിക്കൂല. ചെറുപ്പക്കാരിങ്ങനെ നടക്കുക. എന്താടാ? ഒന്നുമില്ല, ഞാൻ എന്താ എന്റെ പണി? ഒന്നുമില്ല, ഞാൻ പോവാണ്. ഈ പോയല്ലേ അവിടെ നിൽക്ക്. അല്ല, ഗൾഫ് പോവാണ്. ഒക്കെ ക്ലിയറാ? ഒക്കെ റെഡിയാ. 2 പേപ്പർ കൂടി ശരിയായാൽ മതി. ഒന്ന് പാസ്പോർട്ട്, ഒന്ന് വിസയാണ്. ബാക്കിയൊക്കെ റെഡിയാണോ? പോവാൻ നിൽക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ എന്തെങ്കിലും പണി അറിയാം? ഇല്ല. ഞാനൊരിക്കൽ ഖത്തറിൽ ചെന്നപ്പോ ഒരാൾ പറഞ്ഞു, നിങ്ങള് പിന്നെ എന്റെ ആശുപത്രിയിലൊന്ന് വരാം, നമുക്ക് കുറെ ആൾക്കാരെ കാണാനുണ്ട് അവിടെ, നമ്മളെ നാട്ടുകാരെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടെ പേപ്പറൊക്കെ നീക്കാനുണ്ട്, അത് കഴിയുമ്പോഴേക്ക് വന്നാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ ഇയാൾ കുറെ ഫയലുകളൊക്കെ ഓഫീസൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്നാണ്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഇയാൾ പേപ്പർ നീക്കി കഴിഞ്ഞിട്ടില്ല. എന്താ പേപ്പർ നീക്കുന്നത്? അടിച്ചു വരികയാണ്. നമ്മളെ പറയുമ്പോ ഒന്ന് ഉഷാറാക്കാന്നുള്ളൂ. ഏകദേശം 95% മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരും വിദേശത്ത് പോയാൽ എടുക്കുന്ന പണി ഇതൊക്കെയാണ്. എന്തുകൊണ്ട് നമുക്ക് നല്ല ജോലി കിട്ടുന്നില്ല? അതിനുള്ള സാങ്കേതികമായ അറിവ് നമ്മൾ നേടുന്നില്ല. വലിയ വലിയ ശമ്പളമുള്ള പണിയുണ്ട്, ആ ജോലിയൊക്കെ നമ്മൾ പഠിക്കണം. നജസുമായി ബന്ധപ്പെട്ട ജോലിക്ക് ഇസ്ലാം ചെറിയൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ജനങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാ പണിയും അത് പഠിക്കുക, ജോലിക്ക് പോവുക. അങ്ങനെ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം. അതിനെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. സമ്പാദ്യത്തെ നന്നായി പ്രോത്സാഹിപ്പിച്ച മതാണ്. സുല്ലാസങ്ങൾ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ, 2 കാര്യത്തിലല്ലാതെ നിങ്ങൾ അസൂയ വെക്കരുത്. അസൂയക്ക് 2 അർത്ഥമുണ്ട്. ഒന്ന് ഗിബ്തത്ത്, ഒന്ന് ഒറിജിനൽ അസൂയ. ഒറിജിനൽ അസൂയ എന്ന് പറഞ്ഞാൽ ഏതാ? ഒരാൾക്ക് അള്ളാഹു കൊടുത്ത ഒരു നിഅമത്ത് അത് നീങ്ങിക്കാണാനുള്ള ആഗ്രഹം. നമുക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല, അത് നഷ്ടപ്പെട്ട് കിട്ടട്ടെ. അത് കടുത്ത ഹറാമാണ്, നമ്മളെ അമലുകളെ നശിപ്പിച്ചു കളയും. രണ്ടാമത്തത് ഏതാ? അതുപോലെ എനിക്കുണ്ടായ തിരക്കടില്ല എന്ന്. അത് പോകണമെന്നില്ല, അതുപോലെ എനിക്കുണ്ടായ തിരക്കടില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റിയ സംഗതി തന്നെ 2 എണ്ണമാണ് നബിതങ്ങൾ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല. ഒന്നേതാ? റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലത്തഹു ഫീ ഹൽഖത്തിഹി അലൽ ഹഖ്. അല്ലാഹു ഒരു മനുഷ്യന് ധാരാളം സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി ചെലവ് ചെയ്യാനുള്ള തൗഫീഖും കൊടുത്തു. പൈസ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പണക്കാരനാണ്, പക്ഷേ ഒരു ചില്ലിക്കാശ് മറ്റുള്ളവന് കൊടുക്കൂല. അത് ഹൈറല്ലാതെ വമ്പിച്ച നാശമാണ്. അള്ളാഹു വാരിക്കോരി കൊടുത്തു, അവനും വാരിക്കോരി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ ഞാനും എന്റെ മക്കളുമൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് ആഗ്രഹിക്കാവുന്നതാണ്. രണ്ടാമത്തത് റജുലുൻ ആതാഹുല്ലാഹു ഇൽമാ, മറ്റൊരു മനുഷ്യൻ അള്ളാഹു അയാൾക്ക് നല്ല അറിവ് കൊടുത്തു. ഫയഅമലു ബിഹി, ഒന്നാമതായി അയാൾ ആ അറിവനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു.
പഠിച്ചതനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്നു, മറ്റാരെങ്കിലും പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊടുക്കുക, ചെല്ലുന്നിടത്തുള്ള നാട്ടുകാർ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ട് നീങ്ങിക്കൊടുക്കുക, ആ ശൈലിയിലല്ലാതെ ഹക്കായി പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുകയും വയുഅല്ലിമുഹുന്നാസ് അത് തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളെ കണ്ടാൽ ഞാനും അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാവുന്നതാണ്. അതുകൊണ്ട് സമ്പാദ്യത്തെ വളരെ പ്രോത്സാഹിപ്പിച്ച ഇസ്ലാം ധാരാളം തൊഴിൽ പഠിക്കാനും ജോലി ചെയ്യാനും സമ്പാദിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന ഒരുത്തൻ മഹറിനെങ്കിലും ഉള്ളത് സ്വന്തമായി ആദ്യം ഉണ്ടാക്കുക, അത് കൊടുത്തിട്ട് അവളെ സ്വീകരിക്കുക. ആ ഒരു കാഴ്ചപ്പാടിലേക്കെങ്കിലും നമ്മൾ വരണം. ഒന്നതാണ്. രണ്ടാമതായി ഒരുക്കങ്ങളുടെ ഭാഗമായി ഇണയെ തെരഞ്ഞെടുക്കുക. അതിലൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ആചാരങ്ങളനുസരിച്ച് തന്നെ നീങ്ങണം. ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടത്, ഇസ്ലാമില് കുഫു വെക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇന്നിപ്പോ നമ്മൾ തെരഞ്ഞാൽ അങ്ങനത്തെ സാധനം വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു കാര്യം നമുക്ക് പരമാവധി ശ്രദ്ധിക്കാം. അതേതാ? ദീനിന് പ്രാധാന്യം കൊടുക്കുക, സൽസ്വഭാവത്തിന് പ്രാധാന്യം കൊടുക്കുക, ധാർമ്മിക ബോധത്തിന് പരിഗണന കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണവും തെരഞ്ഞെടുപ്പുമായിരിക്കണം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. കേവല ഭൗതികമായ സൗന്ദര്യമോ അതല്ല സാമ്പത്തികമായ പിന്തുണയോ ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇയ്യാകും വഖളറാഅദ്മിൻ, നിങ്ങൾ വളരെ സൂക്ഷിക്കണം പടുമുളകളെ. നിങ്ങളെ കാസർകോട്ടുകാർക്ക് ഇപ്പൊ തിരിയോ നിങ്ങൾക്ക് അറിയില്ല. പടുമുള പറഞ്ഞാൽ തിരിയോ? പടുമുള നമ്മൾ മനഃപൂർവ്വം കൃഷി ചെയ്തുണ്ടാക്കുന്നത് അത് ശരിയായ കൃഷിയാണ്. അടുക്കളയില് മത്തനും വണ്ടിയൊക്കെ അരിഞ്ഞപ്പോ അതിന്റെ കുരുവൊക്കെ ഉണ്ടാവും, വെറുതെ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. അത് ചിലപ്പോൾ യാദൃശികമായി മുളച്ചുണ്ടാവും. അങ്ങനത്തെ വസ്തുക്കളെ വിവാഹ കമ്പോളത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. വിവാഹ കമ്പോളത്തിൽ എന്താ? പടുമുള. അത് റസൂലുള്ള വിശദീകരിക്കുന്നു, അൽ മർഅത്തുൽ ഹസനാ മിമ്മൻ ബിത്തിസൂ, മോശപ്പെട്ട കുടുംബാന്തരീക്ഷത്തിൽ പിറന്ന സൗന്ദര്യമുള്ള പെൺകുട്ടി, അതാ പടുമുളാണ്. കുടുംബം, മാതാപിതാക്കൾക്ക് മതബോധമല്ല, പക്ഷെ ഇവളാണെങ്കിലോ വല്ലാത്ത സൗന്ദര്യം. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ പടുമുളയായിട്ടുണ്ടായ മത്തന്മെന്ന് കായ പറിച്ചാൽ തീരൂല, പിന്നെയും വലിയ വലുപ്പത്തിലാ വരിക. കൃഷി ചെയ്തു നോക്കിയതോ അയിമലൊന്നും ഉണ്ടായില്ല എന്നും വരും. അപ്പോ ഈ സൗന്ദര്യം മാത്രം കണ്ട് നിങ്ങൾ ഒരിക്കലും കല്യാണത്തിന് പോകരുത്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് വിശദീകരിച്ചു, ലാ തസബ്ബുജുൻ നിസാഅ ലിഹുസ്നിഹിന്ന, ചെറുപ്പക്കാരെ സ്ത്രീകളുടെ സൗന്ദര്യം മാത്രം അന്വേഷിച്ച് അതുപോലെ പുരുഷന്റെയും സൗന്ദര്യം മാത്രം പരിഗണിച്ച് നിങ്ങൾ അവരെ വിവാഹം ചെയ്തു പോകരുത്. ഫഅസാഹുസുനുഹുന്ന അയ്യുർദിയഹുന്ന, മതബോധമില്ലാത്ത കേവല സൗന്ദര്യം വഴിവിട്ട ജീവിതത്തിന് അവരെ പ്രേരിപ്പിച്ചേക്കും. നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേവല സൗന്ദര്യം മാത്രം നോക്കി നിങ്ങൾ കല്യാണം കഴിക്കരുത്. വലാ തസബ്ബുജൂഹുന്ന ബി അംവാലിഹിന്ന, സ്ത്രീകളുടെ സമ്പത്ത് മാത്രം ആഗ്രഹിച്ചും നിങ്ങൾ കല്യാണത്തിന് പോകരുത്. ആദ്യം തന്നെ അന്വേഷണം വരുമ്പം തന്നെ കാരണവര് ചോദിക്കാണ്, എന്തു കൊടുക്കും? അപ്പൊ പെരടിക്കൊന്നാണ് അയാളോട് പറയുന്നത്. ഒസാലിമാൻ പറയുന്നുണ്ട്, കല്യാണത്തിന്റെ അന്വേഷണം നടക്കുമ്പോൾ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്നവൻ കള്ളനാണെന്ന് മനസ്സിലാക്കണം. എന്തു കൊടുക്കുന്നുള്ള ചോദ്യമല്ല. അവിടെ അള്ളാന്റെ ഹബീബ് പറയുന്നു, സമ്പത്ത് മാത്രം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ കല്യാണത്തിന് പോയാൽ ഫഅസാ അംവാലുഹുന്ന അൻ തുത്ഗിയഹുന്ന, ആ സമ്പത്ത് ക്രമരഹിതമായ കുത്തഴിഞ്ഞ ജീവിതത്തിന് അവരെ പ്രേരിപ്പിക്കും. മതബോധമില്ലാത്ത സമ്പത്ത്, മതബോധമില്ലാത്ത സൗന്ദര്യം, അതിന് യാതൊരു ഫലവും ഇല്ല. അതേ സമയത്ത് അവിടുന്ന് പറയുന്നു, വല അമത്തുൻ ഹർമാ, അടിമയായ ഒരു പെൺകുട്ടി,
അടിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു യജമാനന്റെ കീഴിൽ അതൊരു വലിയ വീഴ്ചയാണ്, ഒരു പോരായ്മയാണ്. അതോടൊപ്പം തന്നെ ഹർമാഉ, അവളെ മൂക്ക് മുറിഞ്ഞു പോയിട്ടുമുണ്ട്. സൗദാഉ, അതിന്റെ പുറമെ വേറെയും വൈരൂപ്യങ്ങൾ അവൾക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി അഫ്ളലു ദാത്തു ദീനിൻ, അവൾ മതബോധവും ഉള്ളവളാണെങ്കിൽ അവളാണ് മതബോധമില്ലാത്ത സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള സമ്പത്തുള്ള പെൺകുട്ടിയേക്കാൾ ഏറ്റവും ഉത്തമയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൗന്ദര്യം എന്നും നിലനിൽക്കും. സൽസ്വഭാവം എന്ന സൗന്ദര്യം, ദീൻ എന്ന ആ നന്മ, അതാണ് കുടുംബജീവിതത്തിന്റെ അങ്ങോളം നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും വിലപ്പെട്ട നന്മ. തെരിബത്തിയതാ നബിസുല്ലാസങ്ങൾ പറഞ്ഞില്ലേ, മതബോധമുള്ളവളെ കല്യാണം കഴിച്ച് നീ വിജയം കൊയ്തെടുത്തോ എന്നാണ് നബിസുല്ലാസങ്ങൾ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞത് ആപേക്ഷികമാണ്. സൗന്ദര്യമില്ലാത്ത ആരുമില്ല. അല്ലാഹു എല്ലാവർക്കും സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ആകാരത്തിലും സൗന്ദര്യത്തിലുമാണല്ലോ മനുഷ്യനെ പടച്ചത്. പക്ഷേ ഒരാളുടെ സൗന്ദര്യം അതെല്ലാവർക്കും സൗന്ദര്യമായി ആസ്വദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഓരോരുത്തന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന കണ്ണുകളെയും അള്ള പടച്ചിട്ടുണ്ടാവും. നിങ്ങൾ കാണാറില്ലേ, ഒരു പെൺകുട്ടീനെ കാണാൻ 10 ആള് വന്നു, 10 ആൾക്കും ഇഷ്ടപ്പെട്ടില്ല. 11ാമത് ഒരുത്തുമ്പോൾ ഓനെ ഇഷ്ടപ്പെട്ടു. അതാ സൗന്ദര്യം. അള്ളാഹു ഓരോരുത്തരെ കണ്ണിന് ഓരോന്നാ തോന്നിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ സൗന്ദര്യം എല്ലാവർക്കും ഉണ്ട്, അത് അനാപേക്ഷികമാണ്. എന്നാൽ മതബോധത്തിന് പരിഗണന നൽകി അത് നമ്മൾ പ്രധാനമായി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇണയത്ത് തെരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്നായി സ്നേഹിക്കാൻ കഴിവുള്ള സ്ത്രീകളെ നോക്കി തെരഞ്ഞെടുക്കണം. അവിടുന്ന് ഒരിക്കലും സ്വഹാബത്തിനോട് ചോദിച്ചു, നാളെ സ്വർഗത്തിലും നിങ്ങളെ ഇണകളാകാൻ ഭാഗ്യം കിട്ടുന്ന ഭാര്യമാരെ പരിചയപ്പെടുത്തട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു അതെ. അപ്പൻ നബിതങ്ങൾ പറഞ്ഞത് ഒന്ന്, ഇദാ നളർത ഇലൈഹ, ഒന്നാമതായി അവിടുന്ന് പറഞ്ഞത് അൽ വദൂദുൽ വലൂദ്. അൽ വദൂദു, സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. അതിപ്പോ ഇങ്ങനെ ആദ്യം പ്രേമിച്ചു നോക്കുക, അതല്ല. അത് അവരെ കുടുംബത്തെ സംബന്ധിച്ച് പരിചയപ്പെട്ടാൽ മതി. അവര് പരസ്പരമുള്ള ജീവിതം, അവരുടെ കുടുംബത്തിലുള്ള ഇടപഴകൽ, ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠത്വം അഞ്ചത്യം തമ്മിൽ ഉണ്ടലില്ല, ഉമ്മയും ബാപ്പയും തമ്മിൽ തെറ്റാണ്. ഇങ്ങനത്തെ ചിത്രം നമുക്ക് അവിടെ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ അത് സ്നേഹിക്കാൻ കഴിയുന്നവരല്ല. അവർ മൂക്കത്ത് ചുണ്ടിയുള്ളവരായിരിക്കും. അവരെ കൊണ്ടുവന്നാൽ എന്നും തെറ്റലും കൊണ്ടാക്കലും തിരിച്ചെടുക്കലും തന്നെ ആയിരിക്കും ഉണ്ടാകുക. സ്നേഹമുള്ളവരെ നോക്കി തെരഞ്ഞെടുക്കൽ അങ്ങനെയാണ്. രണ്ടാമത്തേത് അൽ വലൂദ്, ധാരാളം പ്രസവിക്കാൻ ശേഷിയുള്ളവരെ നോക്കി തെരഞ്ഞെടുക്കുക. ഒരു 10 പറ്റേന് പോയി കിട്ടുക അതുമല്ല. അതും നമ്മൾ എങ്ങനെ തരേണ്ടത്? ഓലെ കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കിയാൽ മതി. ഉമ്മാക്ക് എത്ര മക്കളുണ്ട്, ജ്യേഷ്ഠത്തിക്ക് എത്ര കുട്ടിയുണ്ട്, ഇത് നോക്കിയാൽ തിരിയും ഇവരെ പ്രസവശേഷി. അത് രണ്ടും പ്രത്യേകമായി പരിഗണിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നത്തെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ചില തത്വങ്ങളാണ് ആള് കൂടിയാ ദാരിദ്ര്യം ഉണ്ടാവും. അങ്ങനെ അനുഭവം ഉണ്ട് നമുക്കൊക്കെ? ഇല്ല. ഇപ്പൊ കേരളത്തിൽ എത്ര ജനങ്ങളുടെ, ഇന്ത്യയിൽ എത്രയായി? 120 കോടി കവിഞ്ഞു. 1970-കൾ 80-കളൊക്കെ ഇന്ത്യ ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിലായി. അന്ന് ഇന്നത്തെ ജനതയുടെ പകുതി പോലും ഇന്ത്യയിലില്ല. പാട് കൂടിയപ്പം ദാരിദ്ര്യം കൂടിയതാ? ഇപ്പൊ കുറഞ്ഞതാണ്. ഏത് ടൗണിലും ആള് തോനെ വന്നാലല്ലേ അവിടെ വ്യവസായങ്ങളും മറ്റുമൊക്കെ സാധാരണ കൂടുതലുണ്ടാകുക. ആള് കൂടിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ അള്ള മാർഗം കാണിച്ചു തരും. നമ്മളെ ബുദ്ധി അള്ള വികസിപ്പിച്ചു തരും. സ്ഥലമില്ലെങ്കിൽ അവിടെ ഫ്ളാറ്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധി അള്ള നമുക്ക് തന്നില്ലേ? ഇപ്പൊ നോക്കുമ്പോൾ ഒരു ടൗണിൽ ഒരൊറ്റ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ 10,000 ആളൊക്കെ താമസിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഏത് ജീവിയുണ്ടോ അതിന്റെ മുഴുവൻ റിസ്ക് അള്ള ഏറ്റെടുത്തതാണ്. നമ്മളാരാണ് അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ റേഷൻ കാർഡ് ഇത്ര ആക്കാനുള്ളത്. ഉള്ളൂല് തന്നെ 2-3 കെട്ടാക്കിയിട്ട് ചിലർക്ക് തീരെയല്ല, വെറും ഒരു കാർഡ് മാത്രം. അരി കൊടുക്കുന്നതിനെ തികയുന്നുണ്ടോ? ഇല്ല.
പിന്നെ എത്ര പെരിച്ചായികളുണ്ട് ഇവിടെ, എത്ര കുറുക്കന്മാരുണ്ട്, എത്ര ആനകളുണ്ട്, എത്ര ജീവജാലങ്ങളുണ്ട് കരയിൽ. ഇനി കടലിൽ ഇറങ്ങിയാലോ സുബ്ഹാനല്ലാഹ്, എണ്ണിയാൽ തീരാത്ത ഒരുപാട് ജീവികൾ കടലിലുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോക ചക്രവർത്തിയായ കാലത്ത് അള്ളാഹിനോട് ചോദിച്ചിരുന്നു ഒരിക്കൽ, പടച്ചവനെ, ഭൂമി മുഴുവനും എന്റെ അധീനത്തിൽ നീ എനിക്കാക്കി തന്നു, ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം ഒരു മാസക്കാലം എന്റെ വക ഒരു വിരുന്നു കൊടുക്കാൻ നീ എനിക്ക് അവസരം തരണം. അള്ളാഹ് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് കഴിയൂല, നാലൊരാഴ്ച തന്നൂടെ? സാധ്യല്ല നബിയെ. നാലൊരു ദിവസം തന്നൂടെ? കഴിയുന്നു തോന്നുന്നില്ല. അവസാനം ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു അനുമതി കൊടുത്തു. എല്ലാ ജീവികളെയും കണക്കെടുത്തു. ശൈത്താന്മാരും പക്ഷികളും പറവകളും ഒക്കെ കീഴ്പ്പെടുത്തപ്പെട്ട പ്രവാചകനാണ്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിഭവങ്ങൾ റെഡിയാക്കി, കാറ്റിനെ എയർ കണ്ടീഷനാക്കി ഒരു പ്രദേശത്ത് മുഴുവനും ഭക്ഷണം ഒരുമിച്ചു. അങ്ങനെ സദ്യയുടെ ദിവസമായി. സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ചോദിച്ചു, നബിയെ നിങ്ങളിപ്പോ എങ്ങനെ ഇത് കൊടുക്കാൻ പോകുന്നു? ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ പലജാതി ജീവികളും ഒന്നിച്ചു വന്നാൽ ക്രമസമാധാന പ്രശ്നം വരും. മനുഷ്യനും പുലികളും ഒക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നാലേ നമ്മളെ കുടലടക്കം പുറത്തിയാടിപ്പോവും, പിന്നെ തിന്നാൻ ആളുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പൊ അള്ളാഹ് തന്നെ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്തു, കടലിലെ ജീവികൾ ആദ്യം വിളിച്ചോളൂ. അങ്ങനെ തീരുമാനിച്ച് വളണ്ടിയർമാർക്ക് റെഡിയായതാ, ഇതിലെ വരിക, കഴിക്കുക, ഇതിലെ പോവാന്നൊക്കെ പറഞ്ഞൊക്കെ ക്ലിയറാണ്. അങ്ങനെ അള്ളാഹു കടലിൽ നിന്ന് ഒരു തിമിംഗലത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് നിന്റെ ആഹാരം സുലൈമാൻ നബിയുടെ സദ്യയാണ്, അവിടെ പോയി കഴിക്കണം. അതാ കടലിൽ നിന്ന് ഭീമാകാരനായ ഒരു തിമിംഗലം കരക്ക് കയറുന്നു. സുബ്ഹാനല്ലാഹ്, വളണ്ടിയർമാർ ജാഗ്രത. അവരത്ഭുതപ്പെട്ടു, എന്താ ഒരു മലയാണോ വരുന്നത്? ആ പ്രദേശത്ത് വന്ന് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നതുപോലെ എല്ലാം ഞൊടിയിട കൊണ്ട് വലിച്ച് ആ കുടവയറൻ അകത്താക്കി കളഞ്ഞു. നബി അത്ഭുതപ്പെട്ടുപോയി. എന്തു പണിയാ നീ ചെയ്തത്? ഭൂമിയിലുള്ള സർവ്വജീവികൾക്കും തയ്യാറാക്കിയ ഭക്ഷണം നീ ഒറ്റക്ക് തിന്നുകയാണോ? മത്സ്യം തിരിച്ചു ചോദിച്ചു, അല്ല നബിയെ, ഇത് മാന്യതയാണോ? ഒരാളെ സൽക്കാരത്തിന് വിളിച്ച് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അത് തിന്നു കഴിഞ്ഞാൽ വീണ്ടും വിളമ്പിക്കൊടുക്കലല്ലേ മര്യാദ? ഇതൊക്കെ തിന്നു എന്ന് ചോദിക്കുന്നത് ശരിയാണോ? സുലൈമാൻ നബി സുജൂദിലായി വീഴുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതുപോലെ എത്ര കോടിക്കണക്കായ ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവർക്കൊക്കെ ആഹാരം കൊടുക്കുന്ന പടച്ചവനിൽ വിശ്വാസമില്ലാത്തവനാണ്. എനിക്കൊരു 3 കുട്ടിയുണ്ടായാൽ അവൻ ഈ ദുനിയാവിൽ ജീവിക്കാൻ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു പേടിക്കുന്ന മനുഷ്യൻ. ആകാശം വീണാൽ ഞാൻ എന്റെ കാലുകൊണ്ട് താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ് കാല് മേലോട്ട് വെച്ച് നിൽക്കുന്ന പക്ഷിയെപ്പോലെ ബുദ്ധിഹീനനല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പിന്നെ ആ പ്രയാസങ്ങൾ കഴിഞ്ഞ് വലുതായാലോ അതിന്റെ ഒക്കെ സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടുക. കുടുംബത്തിൽ കൂടുതൽ മെമ്പറുണ്ടാവുമ്പോണ്ടാകുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അല്ലാതിരുന്നാൽ വലിയ പ്രയാസമാണ്. ഇപ്പം എന്താ 2 കുട്ടികളൊക്കെ ഉള്ള 2 പെൺകുട്ടികളായിരിക്കാം, അവർ രണ്ടും വേറുള്ള കൊത്തിക്കൊണ്ടുപോലേ. പിന്നെ പ്രായം ചെല്ലുമ്പോൾ കുട്ടിയത്തെ കുരങ്ങുത്തിരിക്കും പോലെ ഇരിക്കുക, തള്ളയും തന്തി, ആരുമില്ല, നോക്കാനും ആരുമില്ല. പിന്നെ വൃദ്ധസദനത്തിലേക്ക്, നരക ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. സ്നേഹിക്കാൻ ശേഷിയുള്ളവരെ നോക്കി, പ്രസവശേഷിയുള്ളവരെ നോക്കിയാണ് കല്യാണം കഴിക്കേണ്ടത്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നല്ല ഇണകളെ നോക്കി തെരഞ്ഞെടുക്കണം. അങ്ങനെ ആരെങ്കിലും നമ്മളോട് അന്വേഷിച്ചു വന്നാൽ, ഒരു കുടുംബജീവിതത്തിന്റെ ഇതിലല്ലേ, അപ്പൊ ആ വിഷയത്തിൽ നമ്മളോട് അന്വേഷിച്ചു വന്നാൽ നമ്മൾ ഉള്ളതുപോലെ പറയാം. അതെങ്ങനെങ്കിലും നടന്നോട്ടെ എന്ന അമിതമായ ആർദ്രത കാണിച്ച് നമ്മൾ ഉള്ളത് മൂടിവെക്കുകയും ചെയ്യരുത്. അത് മുടങ്ങിപ്പോട്ടെ എന്നുള്ള പാരയുമായി ഇല്ലാത്തത് പറയുകയും ചെയ്യരുത്. ഈ അന്വേഷണത്തിൽ ഉള്ളതുപോലെ പറയൽ അന്വേഷിക്കപ്പെടുന്നവന് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ നല്ല ഒരു ഇണക്കവും പൊരുത്തവും ഉള്ളവരായി ജീവിതം നയിച്ചെങ്കിലേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ആ ലക്ഷ്യമായിക്കണം നമ്മൾ. ഇവരൊരിക്കലും ഒരുമിച്ച് പോകാത്തവരാന്ന് നമുക്കറിയാം. നാലും നിങ്ങൾ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് അവസാനം വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. അത് ഒഴിവാക്കാൻ ഉള്ളതുപോലെ പറയാന്നുള്ളത് നമ്മളെ ബാധ്യത.